നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കാളയെയാണ്. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെയും പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വളർത്തുമൃഗങ്ങൾക്കുള്ള നന്ദിയോ സ്നേഹമോ പോലും തൻ്റെ ജനമായ ഇസ്രായേലിന് ഇല്ലാതെ പോയല്ലോ എന്ന ദൈവത്തിൻ്റെ സങ്കടമാണ് ഈ വാക്യത്തിലൂടെ പ്രവാചകൻ സൂചിപ്പിക്കുന്നത്. തീറ്റയെക്കുറിച്ച് വളരെ താല്പര്യമുള്ള കഴുതയ്ക്ക് പുൽത്തൊട്ടിയെ നന്നായി അറിയാം. കാളയ്ക്ക് തൻ്റെ യജമാനെയും സ്നേഹിക്കാനറിയാം. എന്നാൽ നന്ദിയില്ലാത്ത ജനം തങ്ങളെ പോറ്റിപ്പുലർത്തുന്ന ദൈവത്തെ അറിയുകയോ ഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. സാമൂഹിക ജീവിതവുമായി വളരെ ഇഴുകിച്ചേർന്ന മൃഗമായ കാളയെപ്പറ്റി വേദപുസ്തകത്തിൽ 155ഓളം പരാമർശങ്ങളാണുള്ളത്. നിലമുഴുന്നതിനും